ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സമസ്ത ലീഗ് ഭിന്നത പരിഹരിക്കാൻ വീണ്ടും യോഗം. പരസ്പരം ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് ഇരുവിഭാഗവും. മഹൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയവരെ ഉൾപ്പെടുത്തണം. ജാമിയ നൂറിയ അധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ തിരിച്ചെടുക്കണം. സുപ്രഭാതത്തിന്റെ നിലപാടിൽ മാറ്റം വേണം തുടങ്ങിയവയാണ് ഉപാധികൾ. എ കെ അഭിലാഷ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് എ കെ അഭിലാഷ്. ഈ ഉപാധികൾ ഇരുകൂട്ടർക്കും സമ്മതമുള്ളതാണോ? ഏതെങ്കിലും ഉപാധികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയാൻ സാധ്യതയുണ്ടോ? നേരത്തെ പലതവണ ചർച്ച ചെയ്ത ഉപാധികളിൽ പെട്ടവയെ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്ത കാര്യങ്ങൾ കൂടിയാണ്. ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്കൂൾ സമയ മാറ്റത്തിൽ സർക്കാർ സമസ്തയുടെ നിലപാടുകൾ പൂർണ്ണമായും തള്ളിയിരുന്നു. അതോടൊപ്പം തന്നെ മഹൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഔദ്യോഗിക വിഭാഗം പൂർണ്ണം പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെ തന്നെയാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങൾ കൂടി നടക്കുന്നു. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമവായ ചർച്ചയിലേക്ക് പോകുന്നത്. കാരണം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോരടിക്കുകയും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ CIC-യുമായി ബന്ധപ്പെട്ട ചർച്ചകളും നേരത്തെ തന്നെ നടത്തിയിരുന്നെങ്കിൽ പോലും അതിലും പരിഹാരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ ഇക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് 15 ദിവസത്തിനകം തന്നെ ഈ പരിഹാരമുണ്ടാക്കാം എന്നുള്ളൊരു കാര്യം ഈ നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 20ഓളം ഉപാധികളാണ് ഇരുപക്ഷവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ജാമിയ നൂറിയ അധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ നേരത്തെ പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മുഷാവറ അംഗമായിരുന്ന മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുക്കണം. ഇത്തരത്തിൽ നിരവധിയായ ആവശ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ 4-ാം തീയതി ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. ആ ചർച്ചയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായാൽ ഈ ഇരുവിഭാഗങ്ങൾക്കും ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് എ കെ അഭിലാഷാണ്. മാറ്റി നിർത്തിയവരെ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ ഉപാധികൾ ലീഗിന് സമവായത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. തുടർ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കാം. ഇപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നു.